ജേക്കബ് ജോർജ് 7 ദിവസത്തിന് ശേഷം കേരളം കാത്തിരിക്കുന്നത് ആര് ജയിച്ചാലും അത് ചരിത്രപരമായ ഒരു വിധി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും. തുടർ ഭരണം അല്ലെങ്കിൽ തുടർ പ്രതിപക്ഷം എന്ന നിലയ്ക്ക്. അതിനിടയിൽ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് എന്നതും വളരെ ഒരു പ്രഡിക്ഷന് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് അങ്ങ് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതിയുടെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. കേരളത്തിൽ എന്നും എക്കാലത്തും രണ്ട് തുല്യശക്തികൾ, ഏറെക്കുറെ തുല്യശക്തികൾ തമ്മിലുള്ള പരസ്പര യുദ്ധമായിരുന്നു, പോരാട്ടമായിരുന്നു. അതേ ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. അതിന്റെ ഫലമാണ് മെയ് 4-ന് വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് വലിയ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. BJP ഇനി എങ്ങോട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. BJPയെ കുറിച്ച് നിങ്ങൾ കുറച്ച് മിനിറ്റുകളോളം സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ ഒരല്പം സ്പേസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല? കാരണം അവരുടെ മതചിന്ത തന്നെയാണ്. ആ മതചിന്ത, ആ സ്വാർത്ഥ ചിന്ത കേരളത്തിൽ ചെലവാകാതിരുന്നത് കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ നോക്കിയത്. അല്ലാതെ കേരളത്തിലെ ജനവിഭാഗങ്ങളിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാനല്ല നോക്കിയത്. കേരളത്തിലെ ക്രിസ്തു മതത്തിലേക്ക്, ക്രിസ്തു സമുദായങ്ങളിലേക്ക് കടക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ക്രിസംഗികൾ രൂപം കൊണ്ടു. പക്ഷേ എങ്ങും എത്തിയില്ല. തീർച്ചയായിട്ടും അവരുടെ ശ്രമം അവർക്ക് രാഷ്ട്രീയമായിട്ട് ശ്രമിക്കാം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ദൃഷ്ടിയിൽ മതപരമായ മുന്നേറ്റമാണ് ശരി എന്ന് തോന്നിയാൽ അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അത് കേരളത്തിൽ ചെലവാകില്ല എന്നാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. രണ്ടാമത്, ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം വളരെ കടുത്ത മത്സരം തന്നെയാണ്. എന്ന് പറയുന്നത് അങ്ങ് അവർക്ക് ആ തരത്തിൽ സീറ്റ് നേട്ടമേ ഉണ്ടാകില്ല എന്നാണോ വിചാരിക്കുന്നത്? സീറ്റ് 2, 4 എന്നൊക്കെ പറയാം. അത് അവരെ ആരാണെങ്കിലും 4-ാം തീയതി റിസൾട്ട് വരികയില്ലേ? ഇപ്പോൾ 4 എന്നുള്ളത് 5 പോയാൽ നമുക്കെന്താ ഛേദം? 4, 5, 10 പ്രതീക്ഷിച്ചോട്ടെ, പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഈ 4-ാം തീയതി, അടുത്ത് വരാൻ പോകുന്ന 4-ാം തീയതി ഉച്ചയാവുമ്പോഴത്തേക്ക് കേരളത്തിന്റെ ഫലത്തിന്റെ സൂചന കേരളത്തിൽ എന്നായിപ്പോയാൽ എന്താ ഛേദം എന്ന മനസ്ഥിതി സ്വാഭാവികമായിട്ടുണ്ടാവില്ലല്ലോ. ഉണ്ടാവാം. ഒരു 4 എന്നുള്ളത് ഒരു 5 സീറ്റ്. ഇപ്പൊ 4 സീറ്റ് ആകാമെങ്കിൽ ഒരു സീറ്റ് കൂടിയത് കൊണ്ട്, കൂടുതൽ കിട്ടിയത് കൊണ്ട്, ഇപ്പൊ നോക്ക് നിയമത്തിന്റെ സ്ഥിതി എന്താണ്? നിയമത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ അവിടെ രാജഗോപാൽ ജയിച്ച സീറ്റാണ്. അതെന്ത് പറ്റി? ആ സീറ്റിന് എന്ത് പറ്റി? അത് തിരിഞ്ഞു പറഞ്ഞ് CPM-ന്റെ കയ്യിൽ പോയില്ലേ? അതേപോലെ കേരളം അങ്ങനെ സ്ഥായിയായ വിലയിരുത്തൽ നടത്തുകയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, പ്രത്യേകിച്ച് BJPയുടെ കാര്യത്തിൽ. കാരണം BJP കേരളത്തിൽ മറ്റ് രണ്ട് കക്ഷികൾ, ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കേരളത്തിൽ ഒരു വേരുകൾ ഉണ്ടാക്കിയത് വർഷങ്ങൾ, ദശകങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. അവർക്ക് വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, വലിയ നേതാക്കന്മാർ. ആ നേതാക്കന്മാരൊക്കെ കൂടിയാണ് കേരളത്തെ സൃഷ്ടിച്ചെടുത്തത്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ എന്ന് തന്നെ ഞാൻ പറയും. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തെ രൂപപ്പെടുത്തിയെടുത്തത് കഠിനമായ അധ്വാനത്തിലൂടെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത ഗവൺമെന്റിന്റെ കരുത്തുകൊണ്ടാണ്. ആ കരുത്തിൽ വിദ്യാഭ്യാസമുണ്ട്, ആശുപത്രികളുണ്ട്, അതേപോലെ സാമൂഹിക പരിഷ്കാരങ്ങളുണ്ട്, സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട്, സാമ്പത്തികമായ മുന്നേറ്റങ്ങളൊക്കെയുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസിനും CPM-നും വിജയം അത്യാവശ്യമാണ്.
വിജയം അത്യാവശ്യമാണ്. വിജയിച്ചില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും അത് വലിയ പതകമാണ്. ആരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ചരിത്രം, കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്ന് നമുക്ക് ഒറ്റ വരിയിൽ എഴുതി വെക്കാൻ കഴിയുന്ന വിധി തന്നെയാണ് മെയ് 4-ാം തീയതി വരാനിരിക്കുകയും ചെയ്യുന്നത്. Debate with Madhu Saji.